നമസ്കാരം. അന്താരാഷ്ട്ര വിപണിയിലെ വിലയ്ക്കനുസരിച്ച് ഇന്ത്യൻ വിപണിയിൽ പെട്രോൾ, ഡീസൽ വിലകൾ ക്രമീകരിക്കുന്ന രീതി UPA കാലത്ത് നടപ്പാക്കിയിരുന്നു. കോവിഡിനു ശേഷം അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഉയർന്നപ്പോൾ ഈ രീതി നിർത്തി. അന്ന് കമ്പനികൾക്കുണ്ടായ നഷ്ടം നികത്തുന്നതിന്റെ പേരിൽ പിന്നീട് വില കുറഞ്ഞപ്പോൾ നേട്ടം ഉപഭോക്താക്കൾക്ക് കൈമാറിയില്ല. കമ്പനികളുടെ നഷ്ടം നികത്തിയപ്പോൾ അധിക വരുമാനം സർക്കാർ വരുമാനമാക്കി മാറ്റി. എക്സൈസ് തീരുവ കൂട്ടിയും കുറച്ചും അസംസ്കൃത എണ്ണവില ഇടിവിന്റെ നേട്ടം സർക്കാർ എടുക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. പെട്രോളിനും ഡീസലിനും 2 രൂപ വീതമാണ് തിങ്കളാഴ്ച എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചത്. ഇതോടെ പെട്രോളിന് തീരുവ 13 രൂപയായും ഡീസലിന് 10 രൂപയായും കൂടും. ഫലത്തിൽ അസംസ്കൃത എണ്ണവില കുറഞ്ഞതുവഴി ഉപഭോക്താക്കൾക്ക് ലഭിക്കേണ്ട വിലക്കുറവിലെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കില്ല. 2 മാസത്തിനിടെ അസംസ്കൃത എണ്ണവില ബാരലിന് 20 രൂപയാണ് കുറഞ്ഞത്. ഭാവിയിൽ അസംസ്കൃത എണ്ണവില കൂടിയാൽ തീരുവ കുറച്ചില്ലെങ്കിൽ ബാധ്യത ജനത്തിനായിരിക്കും. ആഗോള വിപണിയിലെ വിലയ്ക്കനുസരിച്ച് ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ ശരാശരി വിലയും കുറവുണ്ടായി. ഏപ്രിലിൽ ഇന്ത്യ വാങ്ങിയ എണ്ണയുടെ ശരാശരി വില $74.31 പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച $69.94 ഇന്ത്യക്ക് എണ്ണ ലഭിച്ചത്. വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും കുറയാനാണ് സാധ്യത. അമേരിക്കൻ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണവരവ് കുറഞ്ഞു. പകരം അമേരിക്കയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് കൂട്ടി. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുറയുന്നത് രാജ്യത്തിന് നേട്ടമാണ്. 88% വരെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിന് ഇറക്കുമതി ചെലവും കുറയ്ക്കാം. ഇത് കറന്റ് അക്കൗണ്ട് കമ്മി കുറയ്ക്കാനും സഹായിക്കും. വില കുറഞ്ഞാൽ അമേരിക്കയുടെ പകരച്ചുങ്കം വഴിയുണ്ടാകുന്ന വിലക്കയറ്റത്തെ മറികടക്കാനും കഴിഞ്ഞേക്കും. പെട്രോൾ, ഡീസൽ വില കുറയ്ക്കാത്തതിന് പുതിയ ന്യായവാദവുമായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി രംഗത്തെത്തിയിരിക്കുകയാണ്. എണ്ണ സംസ്കരണ കമ്പനികളുടെ കൈവശം 45 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം നിലവിലുണ്ട്. ജനുവരിയിൽ വില $83 എത്തിയിരുന്നു. പിന്നീട് $75 കുറഞ്ഞു. ശരാശരി $75 വാങ്ങിയ എണ്ണയാണ് നിലവിൽ ശേഖരത്തിലുള്ളത്. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞ നിലയിൽ തുടർന്നാൽ പെട്രോൾ, ഡീസൽ വില കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശും രംഗത്തെത്തിയിരിക്കുകയാണ്. നല്ല സുഹൃത്തുക്കളാണെന്ന് മോദിയും ട്രംപും പരസ്പരം വിശേഷിപ്പിക്കുന്നതിൽ അതിശയിക്കാനില്ല. രണ്ടുപേരും സ്വന്തം സമ്പദ് വ്യവസ്ഥയ്ക്ക് സ്വയം മുറിവേൽപ്പിക്കുന്നതിൽ വിദഗ്ധരാണ്. 2016 നവംബർ 8 നോട്ട് നിരോധനം, 2025 ഏപ്രിൽ 2 പകരച്ചുങ്കം ചുമത്തൽ. വിപണിയിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലനം ഉണ്ടാകും, അദ്ദേഹം പറഞ്ഞു. ക്രൂഡ് ഓയിൽ വിലയിൽ 41% കുറവുണ്ടായിട്ടും എക്സൈസ് തീരുവ കൂട്ടി പിഴിയാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. വിപണി നിരീക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയുടെ പ്രധാന ഇനം ക്രൂഡിന് വില കുറഞ്ഞിരുന്നു. വിലപ്പട്ടിക സംബന്ധിച്ച വിവരം ബ്ലൂംബർഗ് ആണ് റിപ്പോർട്ട് ചെയ്തത്. മെയ് മാസത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്ന എണ്ണയ്ക്കാണ് വില കുറയ്ക്കാൻ ധാരണയായത്. ഉൽപാദനം കുത്തനെ വർദ്ധിപ്പിക്കാൻ സൗദി അറേബ്യ ഉൾപ്പെടുന്ന OPEC രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു. ഇത് വില കുറയാൻ ഇടയാക്കുന്ന വിലയിരുത്തൽ ഉള്ളപ്പോഴാണ് ഏഷ്യയിലേക്ക് നൽകുന്ന ക്രൂഡ് വില താഴ്ത്താൻ ആരാംകോ തീരുമാനിച്ചിരിക്കുന്നതും. ഇന്ത്യക്കും ചൈനയ്ക്കും ഉൾപ്പെടെ കുറഞ്ഞ വിലയ്ക്ക് നല്ല ക്രൂഡ് കിട്ടുമെന്നതാണ് ഇതിന്റെ ഫലം. ഇന്ത്യയിൽ ഡീസൽ, പെട്രോൾ വില കുറയുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ വില കുറയില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നതനുസരിച്ച് എക്സൈസ് തീരുവയിൽ മാറ്റങ്ങൾ വരുത്തി അത് മാനേജ് ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ.